നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. യുദ്ധം 10ാം ദിവസം. മിസൈലുകൾ ആകാശത്ത്, ഭയം ലോക സമ്പദ് വ്യവസ്ഥയിൽ. എണ്ണവില ബാരലിന് $116 കടക്കുമ്പോൾ വിപണികൾ വിറയ്ക്കുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു, യുദ്ധം തീർന്നാൽ എണ്ണവില താഴും. എനിക്ക് ആശങ്കയില്ല. പക്ഷെ ചോദ്യം ഇതാണ്, യുദ്ധം എന്ന് തീരും? ഇസ്രായേലിനോടും അമേരിക്കയോടും പകരം വീട്ടാൻ ഇറാൻ ഗൾഫിലെ എണ്ണശാലകളെയും ലക്ഷ്യം വെച്ചാൽ എന്താകും സ്ഥിതി? 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന യുദ്ധം. ആകാശത്തും കടലിലും സംഘർഷം. എണ്ണവില കുതിച്ചുയരുമ്പോൾ ലോകം സാമ്പത്തിക ഞെട്ടലിലേക്ക് പോവുകയാണോ? യുദ്ധം അവസാനിക്കുമോ? എണ്ണവില താഴുമോ? അല്ലെങ്കിൽ ഇത് ഒരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ തുടക്കമോ? ജനങ്ങളുടെ സംരക്ഷണവും ഊർജ്ജ സംരക്ഷണവും ഉറപ്പാക്കിയെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. യുദ്ധം നീളുമ്പോൾ, എണ്ണവില കുതിക്കുമ്പോൾ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോഴുള്ള നയതന്ത്രം മതിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പത്താം ദിവസത്തിലും യുദ്ധത്തിന് ഒരു മാറ്റവുമില്ല. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും മിസൈലുകളും ഡ്രോണുകളും പായിക്കുന്നു. ലോകമാകമാനം ഒരു ഊർജ്ജ പ്രതിസന്ധിയുടെ നാളുകളിലേക്കാണോ പോകുന്നത്? എണ്ണവില കുതിച്ചുയരുകയാണ്. $100 കടന്ന് $116 ബാരലിന് എണ്ണവില എത്തുകയാണ്. ഇത് വരും ദിവസങ്ങളിലും ഏതു തരത്തിലുള്ള പ്രതിസന്ധിയാകും ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ നയതന്ത്രം എത്രമാത്രം വിജയിക്കും? ഊർജ്ജ സുരക്ഷയും അതോടൊപ്പം തന്നെ ഗൾഫിലെ ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കിയെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിനെ അറിയിക്കുകയുണ്ടായി. ഈ ഉറപ്പ് മാത്രം മതിയാകുമോ? ഡോക്ടർ ജി ഗോപകുമാർ, ശ്രീ സജിമോൻ ആന്റണി, ഡോക്ടർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഗൾഫിൽ നിന്ന് ചേരുകയാണ്. ഒപ്പം ശ്രീ ഷാബു പ്രസാദ് എന്നിവരും. ശ്രീ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, എന്താണിപ്പോൾ ഗൾഫിലെ ഒരു അവസ്ഥ? ഇവിടെ നിന്ന് പറയുമ്പോൾ എണ്ണവില കുതിച്ചുയരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് വീണ്ടും ആക്രമണം നടത്തുന്നുണ്ട്. എത്രമാത്രം ആശങ്ക ലോക സാമ്പത്തിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഗൾഫിലെ ജനങ്ങൾക്കും? ഇത് വളരെ ഗൾഫിലെയും ലോകത്തിലെ തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു പ്രത്യാഘാതം ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഉണ്ടാക്കുന്ന അത്ര വളരെ തീവ്രമായ ഒരു പരിസ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് ഗൾഫിലാണെങ്കിൽ നിരന്തരം ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ UAE-യിൽ ഒരു 100 ചില്ലുവാനം ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. 18 ബാലിസ്റ്റിക് മിസൈലിനെ UAE ലക്ഷ്യമാക്കി വിട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ സൗദി അറേബ്യ, കുവൈറ്റ്. അപ്പോൾ ഇതുമൂലം അതുമാത്രമല്ല, ഓയിൽ റിഫൈനറീസിൽ ഓയിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ ലക്ഷ്യമാക്കി വരുന്നതുകൊണ്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചു. അത് മാത്രമല്ല, കുറയ്ക്കാൻ കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്തതോടുകൂടി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ ക്രൂഡ് ഓയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ UAE-യും കുവൈറ്റും സൗദി അറേബ്യ, ഇറാഖും ഓയിൽ പ്രൊഡക്ഷൻ ഭാഗികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണവില ഇപ്പം ഒരാഴ്ചക്കകം നമ്മൾ ഒരു 10 ദിവസത്തിനുണ്ടായതിനേക്കാൾ ഇരട്ടിയായിട്ട് കൂടും. അതായത് $75 പെർ ബാരലിൽ നിന്ന് $150 ആകാൻ സാധ്യതയുണ്ട്. ഇന്ന് അത് ഏകദേശം $120 അടുത്ത് വന്നിട്ടുണ്ട്. 117 ബ്രന്റ് ക്രൂഡ് ഓയിൽ 117. അപ്പോൾ ഇത്രയും ഒരു കുതിച്ചുകയറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ലോകത്തെയുള്ള മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കൾ പറയുന്നുണ്ട്, എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ഭീഷണിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ താവളങ്ങളെയാണ്. അതും കടന്ന് ചില ജനവാസ മേഖലകളിലേക്ക് മിസൈൽ അവശിഷ്ടങ്ങൾ, ഡ്രോൺ അവശിഷ്ടങ്ങൾ വരുന്നുണ്ട്. പിന്നെ സമുദ്രജല ശുദ്ധീകരണശാലകളിലേക്ക് ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. ചിലയിടങ്ങളിൽ അത് ഉണ്ടായിട്ടുമുണ്ട്. അതും കടന്ന് എണ്ണ ശുദ്ധീകരണശാലകൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ടോ ഗൾഫിലെ? അതുകൊണ്ട് തന്നെയാണ് അത് ലക്ഷ്യം വെക്കുന്നുണ്ട് പലതും. പക്ഷേ ലക്ഷ്യത്ത് എത്തുന്നില്ല. കാരണം ഇവിടുത്തെ അത്രയും സൂപ്പർബ് എയർ ഡിഫൻസ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഏറ്റവും ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ദിവസവും ഞാൻ എയർപോർട്ടിനടുത്താണ് താമസിക്കുന്നത്. ഇവിടെ ആകാശത്ത് വെച്ച് ചെറിയ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അതെങ്ങനെയാണ് ഇവരുടെ ബാലിസ്റ്റിക് മിസൈലിനെയും ഡ്രോണിനെയും ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു പൊട്ടിത്തെറി കാണും. ചിലപ്പോൾ ചില അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഡെബ്രി ചിലപ്പോൾ ഇവിടെയൊക്കെ വീഴാം. അങ്ങനെ വീഴാതല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ ശ്രീ ഐസക് ജോൺ? ഇന്നും സംഭവിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് 112 ഡ്രോൺ അറ്റാക്കുകളും 18 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കുകളും ഉണ്ടായിട്ടുണ്ട്. സോഫാർ 1350 ഡ്രോൺ അറ്റാക്കും 230 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്കും
ഒരു 8 ക്രൂസ് മിസൈൽസും ഇതുവരെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം UAE മാത്രം ലക്ഷ്യമാക്കി ഇറാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചോളം ആദ്യത്തെ ഭീതിയിൽ നിന്ന് അവർ മോചിതരായിട്ടുണ്ട്. കാരണം ഇതൊരു നിത്യസംഭവമായതുകൊണ്ട് വീണ്ടും ട്രാഫിക് നോർമലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും റോഡിൽ ഇറങ്ങി എല്ലാ ആൾക്കാരും ഓഫീസിലേക്ക്, ഇന്ന് ഞാൻ ഓഫീസിൽ പോയി, സാധാരണ ഇതുവരെ റിമോട്ടായിരുന്നു, ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു, ഇന്ന് പോകാൻ തുടങ്ങി. അപ്പം ജനജീവിതം സാമാന്യഗതിയിലായെങ്കിൽ തന്നെയും ഇതിൻ്റെ ഭീതി നമുക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും ഈ ബാക്കിയുള്ള ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇവിടത്തേക്ക് ഫുഡ് സ്റ്റഫുകൾ ഇവിടത്തേക്ക് എത്തിക്കാൻ ഒക്കുന്നില്ല. UAEക്ക് ഒരു സ്ട്രാറ്റജിക് ഫുഡ് റിസർവ് ഉണ്ട്, 4 മാസം 5 മാസം നീണ്ടു വയ്ക്കും, അതിന് സംശയമില്ല. പക്ഷേ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ആർട്ടറി ആയ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്തതോടുകൂടി ഒരുപാട് ഷിപ്പുകൾ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നീട് UAEയെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എ ബെറ്റർ പൊസിഷൻ. കാരണം UAEക്ക് ഇന്ത്യൻ ഓഷ്യനിലേക്ക്, അതായത് ഗൾഫ് ഒമാനിലേക്കുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഫിജറായിലും കോർഫക്കാനുള്ള 2 പോർട്ടുകളുണ്ട്. പക്ഷേ ആ പോർട്ടുകളുടെ കപ്പാസിറ്റി വളരെ കുറവായതുകൊണ്ടുള്ള ഒരു കൺസേൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നിൽക്കുന്നതാണ് ഇറാൻ്റെ എണ്ണ വില ഈ രീതിയിൽ കുതിക്കുകയാണെങ്കിൽ, അതായത് അടുത്ത 2 ആഴ്ചയും കൂടെ യുദ്ധം ഇതേ രീതിയിൽ നിൽക്കുകയും സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ബ്ലോക്കേഡ് ഇതുപോലെ തുടരുകയാണെങ്കിൽ ഈ $150 എത്തുന്നതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് തന്നെ ഏകദേശം $120 അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. അത് അത്രമാത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, ഇന്ന് പാർലമെന്റിൽ വിദേശമന്ത്രി ജയശങ്കർ നടത്തിയ പ്രസ്താവന അതെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് രാജ്യത്ത്, ഒപ്പം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഈ വാഗ്ദാനങ്ങൾ രണ്ടും ഇത് ജനങ്ങളെ ഒരാശങ്ക ഉണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളതല്ലേ? അതല്ലാതെ ഇത് പൂർണ്ണമായിട്ടും ആശങ്ക ഒഴിഞ്ഞ ഒരു നാളുകൾ അല്ലല്ലോ, അത് തീർത്തും പറയാമല്ലോ. അതെ, ഞാൻ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യമായിട്ട് ഇത്തരം ഈ വിഷയം എടുത്തതിൽ പ്രത്യേകം ഞാൻ ന്യൂസ് 8-നെ അഭിനന്ദിക്കുകയാണ്. കാരണം യുദ്ധം ആഗോള യുദ്ധമാണ്, അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന യുദ്ധമാണെങ്കിലും ഇതുമായി പരോക്ഷമായിട്ടെങ്കിലും ഭാരതത്തിന് വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട്. 1 കോടിയോളം പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇനിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു നിലപാടെടുക്കുകയും നയമുണ്ടാക്കുകയും അതോടൊപ്പമുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്ന് പാർലമെൻറ്റിൽ മന്ത്രി ജയശങ്കർ പറയുന്നത് നേരെ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ബഹളമായിരുന്നു. അത് രാവിലെ സ്പീക്കറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയമായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു മന്ത്രിക്ക് പറയേണ്ടി വന്നത്. മന്ത്രി ഹ്രസ്വമായിട്ടേ പറഞ്ഞുള്ളൂ. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് ഊർജ്ജ സുരക്ഷയും മാനുഷിക സുരക്ഷയ്ക്കും നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത്. അതങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ, അത്രയും പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ടായില്ല, നമുക്കൊരു പോളിസി വേണം ഇക്കാര്യത്തിൽ. ഇതിൽ ഭാരതത്തിന് തന്നെ മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് സ്റ്റേക്കിലാണ്, നമ്മൾക്ക് പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനോടും ഇടപെട്ട് ഇതൊന്ന് മാധ്യസ്ഥം വഹിച്ചാലും തെറ്റില്ല, നമുക്കിത് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ഇന്ത്യ സൈലൻ്റിലായി പോകുന്നുണ്ട്. അതെ, ഇന്ത്യ സൈലൻ്റിലായി പോകുന്നു, സൈഡ് ലൈൻഡായി പോകുന്നു. നമുക്ക് ഇടപെടാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, എക്കാലവും ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിയിരുന്ന ഒരു വിദേശ നയമുള്ള രാജ്യം ഇത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കണം. അതോടൊപ്പം ലോകമെമ്പാടും വിലക്കയറ്റം, ഇവിടെ ജോൺ പറഞ്ഞതുപോലെ ലോകമെമ്പാടും വലിയൊരു വിലക്കയറ്റത്തിന് ഊർജ്ജ പ്രതിസന്ധിക്കും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ പരോക്ഷമായിട്ടും വിലക്കയറ്റവും ബാക്കി പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇന്നലെയൊക്കെ ഗൾഫിൽ കേട്ടത് വിലക്കയറ്റം അങ്ങേയറ്റം കൂടിയെന്നാണ് പറയുന്നത്. രാജ്യത്ത് പാചകവാതക ക്ഷാമം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ രാജ്യത്ത് പാചകവാതത്തെയാണല്ലോ. അതെ, അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തെല്ലായിടത്തും വിലക്കയറ്റം വരും, നാണയപ്പെരുപ്പം വരും, ഊർജ്ജ പ്രതിസന്ധി വരും. അപ്പോൾ ആഗോള പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഈ ലക്ഷ്യമില്ലാത്ത ഒരു യുദ്ധത്തിൽ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നും പ്രസിഡന്റ് ട്രംപിനെ പോലൊരാൾ എടുക്കുന്ന നിലപാട് അടുത്ത ഖമേനിയെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അതൊന്നും അവസാനിക്കുന്ന കാര്യമല്ല. വീണ്ടും വീണ്ടും അടുത്ത ആൾക്കാരെടുത്തു കൊടുത്ത് ഇതിനൊരു അവസാനം വേണം. 10 ദിവസത്തിനിടയിൽ തന്നെ ലോകത്ത് ഒരുപാട് അപകടങ്ങളുണ്ടായി. യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെ പോകുമെന്ന് അറിഞ്ഞുകൂടാ. പഴയകാലത്ത് വിയറ്റ്നാമിലും ഒക്കെ പരിശ്രമിച്ചിട്ട് എത്രത്തോളം നേടിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ട്. കരയുദ്ധത്തിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് ഇറാൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ. അതുകൊണ്ട്
യുദ്ധമല്ല പോംവഴി എന്നുള്ളതാണ് ഈ സമയത്ത് പറയേണ്ടത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇന്ത്യയുടെ ഇടപെടൽ മതിയാകുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നയതന്ത്രം നല്ലതാണ്, പക്ഷെ നമ്മുടെ പ്രവാസി ഇന്ത്യക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഊർജ്ജ പ്രതിസന്ധി എന്നുള്ളത് ചില്ലറയല്ല, അത് വെറും ഒരു ഉറപ്പിൽ തീർക്കാവുന്ന ഒന്നല്ലല്ലോ. ഇല്ല, ഇതിപ്പം സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞു. സർക്കാർ അതിന്റെ എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുകയും കഴിഞ്ഞു. അതായത് നമുക്ക് 2 മാസത്തേക്കുള്ള ഓയിൽ സ്റ്റോക്ക് നമുക്കുണ്ട്, ഓയിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഈ പാചകവാതക ദൗർലഭ്യം പറയുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഇത് ഇന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലും പല മീഡിയകളിലും പ്രചരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് ആവശ്യത്തിന് പാചകവാതകം സ്റ്റോക്ക് ഉണ്ട്, കുക്കിംഗ് ഗ്യാസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്. ഗവൺമെന്റിന് നിലവിലുള്ള അവസ്ഥ, ഗവൺമെന്റ് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്, ജനങ്ങൾ ഭയപ്പെടേണ്ട, ഇതല്ലേ ഈ ഒരു ഉറപ്പല്ലേ സർക്കാരിന് കൊടുക്കാൻ പറയും. ഈ ഉറപ്പിനപ്പുറം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ മറ്റൊന്ന്, ഇത് പഴയ കാലമല്ല മഞ്ജുഷെ, പഴയ ഗൾഫ് യുദ്ധത്തിന്റെ കാലമല്ല. ഓയിലിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എത്രയോ കാലമായിട്ട്. ആ സപ്ലൈ കാര്യം ഹോർമുസ് അടച്ചാൽ പോലും അവിടെ നിന്ന് ഒരു തുള്ളി ഓയിൽ കിട്ടിയില്ലെങ്കിൽ പോലും, വന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടെ ഓയിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പല വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് പകുതിയോളം 50% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്. ബാക്കി 50% വരുന്നത് മറ്റു സോഴ്സുകളിൽ നിന്നാണ്. ആ 50% കൂട്ടേണ്ട കാര്യമേ ഉള്ളൂ. ഇത് വളരെ കാലമായിട്ട് നേരത്തെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സംഭവിക്കാം, അതൊക്കെ കണക്കാക്കി ആയിരിക്കണം. സർക്കാർ വളരെ നേരത്തെ തന്നെ നമുക്ക് പുതിയ വെണ്ടേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബേസിലുള്ള ഉറപ്പാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ശരി, ശ്രീ ഗോപകുമാർ, ഇതിനപ്പുറം എന്ത് ഉറപ്പ് കൊടുക്കാൻ പറ്റുമെന്നാണ്? ഉറപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പ്രസാദ് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ റഷ്യൻ ഓയിൽ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കും. നല്ല കാര്യം. കാരണം അമേരിക്കയുടെ എതിർപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ വകവയ്ക്കാതെ ചിലപ്പോൾ നമുക്ക് കാര്യമായിട്ട് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി നേരിടാനുള്ള എണ്ണയും പാചകവാതകവും കൊണ്ടുവരാനുള്ള നടപടികൾ എടുക്കേണ്ടി വരും. നമുക്ക് മറ്റു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരി തന്നെ. പക്ഷേ അതുവഴിയുള്ള റൂട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാട് മറ്റു രീതിയിൽ നമ്മുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബാധിക്കുകയില്ലേ? ഇപ്പോൾ ചുരുക്കത്തിൽ ഡിപ്ലോമസി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണെങ്കിലും സമയമില്ല എന്നുള്ളതാണ്. കാരണം അടിക്കടി പ്രശ്നങ്ങൾ കൂടുന്നു. ഇറാനെ തോൽപ്പിക്കുന്നതൊരു പ്രശ്നമായിരിക്കില്ലായിരിക്കാം, പക്ഷേ യുദ്ധം നീണ്ടുപോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഹോർമസിൻ്റെ കടലിടുക്ക് അടച്ചാലും മറ്റു വഴിയുണ്ടെന്ന് പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഗൾഫിലെ ജനങ്ങളോട്, പ്രവാസികൾ പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയരായ പ്രവാസികളോളം അവിടെ നിൽക്കുന്ന ആക്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ കൂടിയാണ് നേരിട്ടല്ലെങ്കിൽ പോലും. അമേരിക്കയ്ക്ക് സഹായം കൊടുത്തു എന്ന് പറയും. അപ്പം അവിടെ നമ്മൾ എന്ത് നടപടിയെടുത്തു? അത് നമ്മൾ ഗൾഫിലെ ആൾക്കാർ, ഇന്നലെ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഞങ്ങളത് കാത്തിരിക്കുകയാണ്, നമ്മുടെ ജയശങ്കറിൻ്റെ പ്രസ്താവന വല്ലതും വന്നോ, അവർ കാത്തിരിക്കുകയാണ്, അവരാകെ ടെൻഷനിലാണ്. ഈ സാഹചര്യത്തിൽ ഗൾഫിലുള്ള മലയാളികൾ എന്ന് മാത്രമല്ല പ്രവാസികളായ എല്ലാ ഭാരതീയർക്കും സുരക്ഷ ഒഴുക്കാനുള്ള നടപടി വേണം. ഇറാനോട് പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല, അവർ അവരുടേതായ രീതിയിൽ ചെല്ലും. ഈ ഡെബ്രിസ് ആണെങ്കിൽ പോലും അത് വീഴുന്നത് ഉണ്ടാക്കുന്ന അപകടവും, ദുബായിലെ ഒരു എയർപോർട്ടിലാണ് അടുത്ത് വന്ന് വീണിട്ട് എയർപോർട്ട് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അത് കൂടുതൽ വ്യാപിച്ചിരുന്നെങ്കിൽ, എയർപോർട്ടിൻ്റെ ഒരു ഭാഗം തന്നെ തീ പിടിച്ചിരുന്നെങ്കിൽ എന്തായനെ? കുവൈറ്റിനെ ആക്രമിക്കുന്നു, ശുദ്ധജല ബഹ്റൈനിലുള്ള ശുദ്ധജല മേഖലയിൽ ആക്രമണം നടത്തി. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെസ്പറേറ്റാണ്, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡൈനാമിക്കായിട്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പ്രവാസികളായ ഇന്ത്യക്കാർ കാത്തു നിൽക്കുന്നത്. ഏറ്റവും അത്യാവശ്യം മിഡിൽ ഈസ്റ്റാണ്. അവിടെയുള്ള 1 കോടിയുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി ഭാരതീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സജീവമായി കാത്തിരിക്കുന്ന ഒരു കാര്യം. അത് ആദ്യം മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിലുള്ള സ്റ്റെപ്സ് വരണം. അത് കോൺക്രീറ്റായിട്ട് വരണം. അത് പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതോടൊപ്പമാണ് ചൂണ്ടിക്കാണിച്ച വിലക്കയറ്റം, അതിനെ തടയാനുള്ള നടപടികൾ എടുക്കാൻ പോകുന്നു. അങ്ങനെ ആത്മവിശ്വാസം ജനങ്ങൾക്ക് രാജ്യത്തിനകത്തും കൊണ്ടുവരണം. വിലക്കയറ്റം തടയുകയും ചെയ്യണം. അത് ഗൾഫിലെ വിലക്കയറ്റമല്ല, രാജ്യമൊട്ടുക്കും ലോകമൊട്ടുക്കുള്ള വിലക്കയറ്റത്തിൽ നമുക്കും ഭാഗികമായിട്ട് അതിനെ നേരിടേണ്ടി വരും. അതിൻ്റെ
കോൺസിക്വൻ്റ് എഫക്റ്റ് വരുമ്പോൾ നമ്മുടെ നാട്ടിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ശരി ശ്രീ സജിമോൻ ആന്റണി ചേരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. ശ്രീ സജിമോൻ ആന്റണി, ട്രംപിന്റെ 2 പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഒന്ന് കഴിഞ്ഞ ദിവസത്തേതാണ്, എണ്ണവില കൂടുന്നുണ്ട്, അത് താഴ്ന്നോളും യുദ്ധം തീരുമ്പോൾ. ഇങ്ങനൊരു ഒഴുക്കൻ മട്ടിലാണ് ട്രംപിന്റെ ഇക്കാര്യത്തിലെ മറുപടി. പിന്നെ യുദ്ധം തീർക്കുന്നതിനെ പറ്റിയുള്ള കാര്യം ചോദിച്ചപ്പോൾ ഇസ്രായേലാണ് അത് തീരുമാനിക്കുന്നത്, അവർക്കത് തോന്നുന്ന സമയത്ത് യുദ്ധം നിർത്തും എന്നുള്ള കാര്യം കൂടി പറയുകയുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഗൾഫിലേക്ക് ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കുന്നുണ്ട് ഇറാൻ ഇപ്പോൾ. മഞ്ജുഷ, ട്രംപിന്റെ പ്രസ്താവനയും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ്ലി ടച്ച് ചെയ്യുന്നതും കമ്പയറബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജീവഹാനി കുറഞ്ഞു, നമുക്ക് ചെറിയൊരു റേ ഓഫ് ഹോപ്പ് 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. കാരണം ഇറാന്റെ പ്രസിഡന്റ് ഒരു അപ്പോളജി നൈബറിംഗ് സ്റ്റേറ്റിനോട് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എൻഡ് ഓഫ് ദ ടണൽ കാണുവാണ് എന്ന് വിചാരിച്ചു. എന്നാൽ അതല്ല എന്നുള്ളതാണ് വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വരുന്നത്. എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ക്വിക്കിൽ നോക്കാം. അതായത് ഈ ഒരു പ്ലാന്, വാർ പ്ലാന്, അമേരിക്കയുടെയും ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ജോയിന്റ് വെഞ്ചർ, അവരുടെ എങ്ങനെയാണോ ഇത് ഈ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പോയിരിക്കുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറാനിന്റെ ലീഡർഷിപ്പിന്റെ ഡിക്യാപിറ്റലൈസേഷൻ ആയിരുന്നു, അത് ചെയ്തു കഴിഞ്ഞു. പിന്നെ മിലിറ്ററി അസറ്റ്സ് ഹെവി ബോംബാർഡ്മെന്റ് ചെയ്ത് അതിനെ ഒതുക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളതായിരുന്നു. ഒരു പരിധി വരെ വിജയിച്ചു കഴിഞ്ഞ് 3rd ലെയറിലേക്ക് വരുമ്പോഴാണ് ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നു. അതോടൊപ്പം ഇറാനും അവരെ കൊണ്ട് പറ്റുന്നത് പോണക്ക് ഒരു പരിധി വരെ തിരിച്ചും സൗദിയുടെ അല്ലെങ്കിൽ ബഹറിന്റെയും അല്ലെങ്കിൽ മറ്റ് അയൽ രാജ്യങ്ങളുടെയും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ കളയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ജീവഹാനി കുറഞ്ഞു എന്ന ജീവിത ഭാരം അല്ലെങ്കിൽ ജീവിത ദുരിതം കൂടുന്നു എന്നുള്ളത്. ഇനി ഒരു ക്ലാരിറ്റിയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റോട് ചെറിയൊരു ഡീവിയേഷൻ ആണത്. അതായത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, നമ്മുടെ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഉണ്ട്, 2 മാസത്തെ റിസർവ് ഉണ്ട്, 3 മാസത്തെ റിസർവ് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. എന്നാൽ അതിനോടൊപ്പം ഈ പറയുന്നത് മീൻസ് റിസർവ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? ലോകത്തിലെ എനിക്ക് തോന്നുന്ന ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ഓയിൽ ക്രൈസിസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 രീതിയിലാണ് വരുന്നത്. ഒന്ന്, ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ലോജിസ്റ്റിക് കംപ്ലീറ്റ് നിലച്ചു, അതായത് 20% സപ്ലൈയെ ബാധിച്ചു എന്നത് മാത്രമല്ല, ഓയിൽ പ്രൊഡക്ഷൻ ആ ഒരു സോഴ്സിൽ തന്നെ ഇല്ലാതാവുകയും അല്ലെങ്കിൽ നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബഹ്റിൻ ഗവൺമെന്റ് ഫോഴ്സ് മജൂറി ഡിക്ലെയർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. എന്താണ് ഫോഴ്സ് മജൂറി? കാരണം അവർക്ക് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ സപ്ലൈസിന് ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി അത് പാലിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡിക്ലറേഷനാണ് അത് വരുന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിക്കുന്നത് എനർജി ഓയിൽ ക്രൈസിസ് എന്തുമാത്രം ആഴത്തിലുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സപ്ലൈയെ ബാധിക്കും, ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ബാധിക്കത്തില്ല, നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം 2 months 3 months സോഴ്സ് അല്ലെങ്കിൽ റിസർവ് ഉണ്ട്, അതെടുത്ത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല ഗവൺമെന്റിന്. രണ്ടാമത്തേത്, അത് യൂസ് ചെയ്താലും ഇല്ലേലും എനർജിയുടെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ലോക്കൽ അല്ല, റീജിയണൽ ഫാക്ടേഴ്സ് അല്ല, അറബ് കൺട്രീസ് മാത്രമല്ല, വെനസ്വേല മാത്രമല്ല, അമേരിക്ക മാത്രമല്ല, അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ റഷ്യ മാത്രമല്ല. കാരണം അതൊരു ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ആ ഇന്റർനാഷണൽ ട്രേഡിൽ എവിടെയൊക്കെ ഡിസ്ട്രപ്ഷൻ ലോജിസ്റ്റിക്കലി വന്നാലും സപ്ലൈ ചെയിനിൽ വന്നാലും അല്ലെ പ്രൊഡക്ഷനിൽ വന്നു കഴിഞ്ഞാലും ആ ഓയിലിന്റെ പ്രൈസ്, ഗ്യാസിന്റെ പ്രൈസ് കൂടുക മാത്രമേ ഉള്ളൂ. ഇനീഷ്യലി നമ്മളൊക്കെ വിചാരിച്ചാൽ പലരും വിചാരിച്ചു അമേരിക്ക ഈ യുദ്ധത്തിന് പോരുമ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമൊന്നും വരുന്നില്ല, കാരണം ഓൾറെഡി വെനിസ്വലയിൽ നിന്നുള്ള ഓയിലും ഗ്യാസും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി വേണ്ട. അല്ലെങ്കിൽ അതോടെ തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ക്യാമ്പിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. സോ വി ആർ നോ മോർ ഡിപ്പെൻഡിങ് ഓൺ ഗൾഫ് കൺട്രീസ്. 60കളിലും 70കളിലും 80കളിലെ സിറ്റുവേഷൻ അല്ല എന്നുള്ള ഇതായിരുന്നു. എന്നാൽ എന്താണ് ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതാണ് ഫാക്ട്. ഓയിൽ ട്രേഡ് ഒരു ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ലോകത്തിൽ എവിടെ സപ്ലൈയിലെ പ്രൊഡക്ഷനിലെ ലോജിസ്റ്റിക്കിലെ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായാൽ അതിന്റെ പ്രൈസ് കൂടും. അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഒരു പ്രൈസിന്റെ കാര്യത്തിൽ ഒരു മുക്തിയില്ല. അതിന്റെ റിഫ്ലക്ഷൻ ഇവിടുത്തെ പെട്രോൾ പമ്പിലും കണ്ടു കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് ട്രംപ് എപ്പോഴും ടൗട്ട് ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയുന്നതായിരുന്നു ഓയിൽ പ്രൈസ് $2 താഴെയാണ് എന്ന് പറയുകയാണെങ്കിൽ ആസ് വി സ്പീക്ക് നൗ $3.5 ടച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഒരു സിഗ്നിഫിക്കന്റ് റൈസ് ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഓയിലിനെ സംബന്ധിക്കുന്നത് മാത്രമല്ല നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിനകത്തും, അത് അമേരിക്കയുടെ മാത്രമല്ല ഇന്ത്യയുടെയും ലോകമാകമാനമുള്ള ഡിസ്ക്രിപ്ഷൻ ഇതിനു മുമ്പ് പറഞ്ഞ പാനലിസ്റ്റോട് ചോദിച്ചുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുക മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ഡൗ ജോൺസ് ഇൻഡസ്ട്രി 6 to 7% ഓൾറെഡി ഡൗൺ ആയി. അപ്പൊ ആ ലോസ്റ്റ് മണി, ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ ലോസ്റ്റ് മണി ഇസ് എ ലോസ്റ്റ് മണി, അത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, എന്താണ് അമേരിക്കയുടെ സ്ട്രാറ്റജി? അമേരിക്കയ്ക്ക് 2 സ്ട്രാറ്റജിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണിക്കുന്നത്. ഒന്ന്, ഇപ്പം നിഷ്പ്രഭമാക്കി ഇറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ടേക്ക് ദ ക്രെഡിറ്റ് ആൻഡ് മൂവ് ഔട്ട്.
അതാണ് ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയുന്നത്. രണ്ടാമത്, കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് അല്ലെ സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ ലോകത്ത് നിന്ന് പല ലീഡർഷിപ്പിൽ നിന്നും വരുന്നുണ്ട്. അതായത് റെജീം ചേഞ്ച്. ചിലപ്പം പറയുന്നു ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് വരാൻ പോലെ. ഇന്നലെ വാച്ച് ചെയ്തപ്പോൾ നമുക്ക് തോന്നി എനി മൂവ്മെന്റ് അമേരിക്ക ഡിക്ലെയർ ചെയ്യും, അല്ലെ ഇസ്രായേൽ ഡിക്ലെയർ ചെയ്യുന്നു. ഡിഫൻസ് വാർ മിനിസ്റ്റർ പീറ്റ് ഹെക്സത്തിനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളിൽ മീഡിയയിലല്ല ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയേണ്ട കാര്യമില്ല, അത് ആ സ്ട്രാറ്റജി അനുസരിച്ച് നടക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോകും. അങ്ങനെ വരുമ്പം അമേരിക്കയിൽ തന്നെ ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് മീൻസ് 2 മാസം വരുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് എക്സിക്യൂട്ടീവ് പവർ അനുസരിച്ച് ഈ യുദ്ധം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. 2 മാസത്തിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ US കോൺഗ്രസിന്റെ അംഗീകാരം വേണം. അതിന് ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ ആഴ്ച ഒരു തടയിടാൻ നോക്കിയായിരുന്നു, അത് സക്സസ്ഫുൾ ആയില്ല. കാരണം ഇപ്പോഴത്തെ അമേരിക്കൻ വികാരം യുദ്ധത്തിന് ഇറങ്ങിയാൽ അത് ജയിച്ചിട്ട് പോരണം എന്നുള്ള ഒരു വികാരമാണ് ഉള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ ജനങ്ങളും ഒരു 90% ആൾക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇറാന്റെ കറന്റ് അഡ്മിനിസ്ട്രേഷൻ പോകണം. അതൊരു ബ്രൂട്ടൽ റെജീമാണ്. 30,000 അത് 40,000 ഡിഫറെന്റ് ന്യൂസ് ഏജൻസികളുടെ പറയുന്ന ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഏതായാലും 30,000-നും 40,000-നും ഇടയ്ക്ക് ആൾക്കാരെ അവർക്കെതിരെ പ്രതിഷേധിച്ച ആൾക്കാരെ ബ്രൂട്ടലി കൊന്ന ആൾക്കാരാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഇറാനെ ഒരു നല്ലൊരു സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നല്ല ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയ ഒരു രാജ്യത്തിൽ നിന്നും അതിനെ തിരിച്ച് ബാക്ക് ട്രാക്ക് അടിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയ ഭരണാധികാരികളാണ്. അപ്പൊ അവർക്ക് ചേഞ്ച് വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും എഗ്രി ചെയ്യുന്നു. എന്നാൽ എങ്ങനെയാണ് ആ ചേഞ്ച് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമ്മളിൽ പലരും ഡിസഗ്രി ചെയ്യുന്നു. എവിടെയാണെന്ന് കാണുന്നത്. ഏതായാലും ഇനി വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇസ്രായേലും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവും അമേരിക്കയുടെ ഒബ്ജക്റ്റീവും തമ്മിൽ ഒരു ചെറിയ മിസ്മാച്ചും കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അമേരിക്കയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റിയെ കളയുക, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ന്യൂക്ലിയർ കാര്യങ്ങൾ, ഫെസിലിറ്റികളൊക്കെ അടിച്ചുറക്കുക, പ്ലസ് റെജീമിനെ ചേഞ്ച് ചെയ്തില്ലെങ്കിലും ഡിക്കാപ്പിറ്റേഷൻ ചെയ്യുക എന്നുള്ള, ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഈ ഒരു അവസരത്തെ വേറൊരു രീതിയിലൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, അല്ലെ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ ഇറാൻ, നമ്മൾ കഴിഞ്ഞ ഒരു 200 വർഷത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു രാജ്യത്തെ പോയി ആക്രമിക്കുന്നില്ല. എന്നാൽ അതിലും മോശമായിട്ട് ഹിസ്ബുള്ളയും ഹൂത്തിയും അങ്ങനെയുള്ള ഹമാസ് അങ്ങനെയുള്ള ഇൻസർജൻസിനെ സപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാ മോറൽ ബാക്ക്ഗ്രൗണ്ടും ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടിട്ട് മറ്റ് രാജ്യങ്ങളെ നാശനഷ്ടങ്ങൾ വരുത്തുന്ന, ഇൻക്ലൂഡിങ് അമേരിക്കൻ അസറ്റ്സിന് പോലും നാശനഷ്ടങ്ങൾ വരുത്തുന്ന ആ ഒരു സ്ട്രാറ്റജിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ വിചാരിക്കുന്നു ഈ ഒരു പിടുത്തത്തിൽ ലബനൻ ഏരിയയിൽ ഹിസ്ബുള്ളയും കൂടെ അടിച്ചൊതുക്കാനുള്ള ഒരു സമയമാണ്. ഈ ഒരു മൂവ്മെന്റ് കിട്ടത്തില്ല. കാരണം എപ്പോഴും അമേരിക്കയെ വിളിച്ചാൽ പലപ്പോഴും അമേരിക്ക ഇൻഡയറക്റ്റ് സപ്പോർട്ടേ കൊടുത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൈപിടിച്ച് ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇത് കംപ്ലീറ്റ് അടിച്ചൊതുക്കണം എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ഐസക് ജോൺ, ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇത് മതിയോ? ഇത് ഈ നയതന്ത്രം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രവാസി ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താകും എന്നുള്ള ചോദ്യം രാജ്യത്ത് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. അതാണോ അവിടെയുള്ള വികാരവും? അല്ല, ഇവിടെ ഇപ്പം 2-3 കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഇന്ത്യയെ പോലെ ഇത്രയും ബെറ്റർ പൊസിഷൻഡായിട്ടുള്ള ഒരു കൺട്രി ഇല്ല ഈ കാര്യത്തിൽ ഇടപെടാൻ. കാരണം മധ്യപൂർവ്വേഷ്യയിൽ ഇന്ത്യക്കുള്ള സ്വാധീനം ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും, സ്വാധീനം മാത്രമല്ല, ഇന്ത്യയായിട്ടുള്ള അവരുടെ പല രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യം ഉണ്ടായത് ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് വളരെ കൂടുതൽ ശക്തമാണ്. ഇന്ത്യ ഈസ് യുണീക്കലി ആൻഡ് ബെറ്റർ പൊസിഷൻ ദാൻ എനി അതർ കൺട്രീസ്. ചൈനയൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് അതിനുള്ള ഇത് ഇടപെടാൻ നോക്കും. പക്ഷേ ഇന്ത്യ എന്തുകൊണ്ട് ഈ ഒരു വെയിറ്റ് ആൻഡ് സീ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റേ ഉള്ളൂ, ഒരു മീഡിയേറ്റർ റോളിലേക്ക് വരാൻ എന്തുകൊണ്ട് മടിക്കുന്നു എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ചിന്തിക്കാം. ഇന്ന് ജയശങ്കറിൻ്റെ പാർലമെൻറ്റിലെ പ്രസ്താവനയിലും അങ്ങനെ ഡയറക്റ്റ് ഒരു മീഡിയേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു സൂചനയും കണ്ടിട്ടില്ല. അതേസമയം അദ്ദേഹം ഇന്ത്യയിൽ ഇവിടെയുള്ള പ്രവാസികൾക്ക് വേണ്ട അഷ്വറൻസ് കൊടുത്തു, ഒരു പ്രശ്നമില്ലെന്ന്. ഇവിടെയുള്ള പ്രവാസികൾ സത്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല. ഇത് ഒരു പ്രൊലോങ്ഡ് വാറാണെങ്കിൽ, ഒരു പ്രൊലോങ്ഡ് ഇവിടെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം മൂലം ഒരുപാട് പേർക്ക് ജോലി പോകും. അല്ലാതെ ഇവരുടെ ജീവന് ഭീഷണിയായിട്ടുള്ള അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം ശക്തമായ രീതിയിലാണ് ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേയും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കയില്ല. ഉള്ള ഇറാനിൽ നിന്നുള്ള ഒരു ഇവാക്യുവേഷൻ
അവിടെയുള്ള കുറച്ച് സ്റ്റുഡൻസിനെയും ബാക്കിയുള്ള ടൂറിസ്റ്റുകളെയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ 2-3 കാര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു 60% എണ്ണയും ഇന്ത്യയുടെ വരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഇവിടെ പല രാജ്യങ്ങളെ ഇന്ത്യക്ക് ഒരേ രീതിയിൽ പിന്നെ ഡിപ്ലോമാറ്റിക്കായിട്ട് എൻഗേജ് ചെയ്യാനുണ്ട്. ഇറാനെ ആയാലും ബാക്കിയുള്ള ഓയിൽ പ്രൊഡ്യൂസിങ് ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിനെ ആയാലും. ഇന്ത്യ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല, മീഡിയേഷനിൽ കൂടി റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതോടൊപ്പം ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം ഇതിനകത്ത് വളരെ ആകസ്മികമാണോ അതോ മുൻകൂട്ടി ഇസ്രായേലിൻ്റെ അറ്റാക്ക് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇസ്രായേൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. നേരത്തെ എൻ്റെ ഒരു പാനലിസ്റ്റ് പറഞ്ഞതുപോലെ അപ്പോൾ ഇവിടെ ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതിനൊരു തുടർന്നു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഞാൻ ഇവിടുത്തെയുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അപ്പം പിന്നെ US-ൻ്റെയും ഇസ്രായേലും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല, അത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. 2 കൂട്ടരുടെയും ഇവിടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പലരുടെയും ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇറാനിൽ സമൂലമായിട്ടുള്ളൊരു മാറ്റം, അതൊരു റെജീം ചേഞ്ചിൽ കൂടിയേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്നും ഒരു പല്ലുവേദനയായിട്ട്, അതായത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ശകലം പല്ലിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നം ഉണ്ടാകുന്ന പോലെ അവിടെ അത് ഇട്ട് കഴിഞ്ഞാൽ 5 ചിലപ്പോൾ 10 വർഷത്തിനകം വീണ്ടും ഇതേപോലെയുള്ള ഭീതി ഉണ്ടാകും. 46 വർഷമായിട്ട് ഈ ഭീതിയുടെ നിഴലിലാണ് ഇവിടുത്തെ രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജീവിച്ചിരുന്നത്. അവർക്കറിയാം ഏത് സമയത്തും ഇറാനിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാകും. കൊമേനി അധികാരത്തിൽ വന്ന 1979 മുതൽ അവരതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് സൗദി അറേബ്യ ഇന്ന് കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനാണ്. കാരണം അവരുടെ ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് അടച്ചാലും അവർക്ക് ഇപ്പോഴും ഒരു പൈപ്പ് ലൈൻ 1200 കിലോമീറ്റർ ദൂരമുള്ള പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടാണ് റെഡ് സീയിലേക്ക്. അപ്പോൾ അവരുടെ എണ്ണയ്ക്ക് ഒരു 7 മില്യൺ ബാരൽസ് പെർ ഡേ അതിൽ കൂടി പോകും. UAE അതിനുള്ള തയ്യാറെടുപ്പെടുത്തിട്ടുണ്ട്. UAE-യുടെ ഒരു 1.5 to 2 മില്യൺ ബാരൽസ് പെർ ഡേ ഇന്ത്യൻ ഇന്ത്യ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പോകുന്നുണ്ട്. ഒരു പൈപ്പ് ലൈൻ പ്രൊഡക്ഷൻ നിർത്താൻ കാര്യം സ്റ്റോറേജിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനെ ഇവർ കയറി ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അവർക്ക് റിപ്പൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓടിച്ചല്ല, സ്റ്റോറേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് 25ഓളം വലിയ ഓയിൽ ടാങ്കറുകൾ നമ്മുടെ കോർഫക്കാനിലേക്കും ഫിജറയിലേക്കും പോയിട്ടുണ്ട്. അവിടെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അവിടെ നിന്നാണ് ഓയിൽ എടുത്ത് കൊണ്ടുപോകാനൊക്കും. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇറാൻ്റെ ഈ ഒരു എൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റമാണ്. അപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം പോയി US അടിച്ചു, ഡയറക്റ്റായിട്ട് ഇടപെട്ടു, ലാൻഡ് ഫോഴ്സിനെ ഉപയോഗിച്ചു, എന്നിട്ട് അവസാനം തോറ്റ് തുന്നം പാടി അവസാനം വീണ്ടും താലിബാനെ തന്നെ അത് 20 വർഷം അടച്ചിട്ടും നടന്നില്ല. ഇറാഖിലും ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ US എവിടെ ഇടപെട്ടാലും ശാശ്വതമായ ഒരു വിയറ്റ്നാമിൻ്റെ കഥ നമുക്കറിയാം. അങ്ങനെ ഇവിടെ ഇറാനിലെ എത്ര പെട്ടെന്ന് തോൽപ്പിക്കാനൊക്കത്തില്ല. അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ടെറൈനാണ്, മൗണ്ടനസ് ആണ്. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ പോലെയല്ല, അതിൻ്റെ ഇരട്ടി കൂടുതൽ ജനങ്ങളുണ്ട്, വിഭവശേഷിയുണ്ട്, ഒരുമാതിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള എക്കോണമിയാണ്, പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്, വലിയൊരു പോപ്പുലേഷനുണ്ട്, 93 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഒരു ജനസംഖ്യയാണ്. പിന്നീട് വരുത്താൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ലാൻഡ് മാർക്കും കർദിഷ് റിബൽസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് ഇൻവേഷൻ നടക്കുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് US-ഉം ഇസ്രായേലി ഫോഴ്സസും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പരിധിവരെയൊക്കെ പിടിച്ചു വയ്ക്കാനൊക്കെ. പക്ഷേ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ, ഇറാനെ ഇസ്രായേലും അമേരിക്കയും ഏത് രീതിയിലാണോ ആക്രമിക്കുന്നത്, ആരെയൊക്കെയാണോ ഏതൊക്കെ മേഖലയെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആ സമാനമായ രീതിയിലുള്ള ടാർഗറ്റാണല്ലോ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്കും. ഇപ്പോൾ എണ്ണശാലകളെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണശാലകൾക്ക് നേരെ, ഇപ്പോൾ കുടിവെള്ള സ്രോതസ്സുകൾക്ക് നേരെയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾക്ക് നേരെ തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു. ഈ രീതിയല്ല ഇപ്പോൾ തുടർന്നു പോകുന്നത്. ഇറാൻ ഇവിടെ വലിയ സംഘർഷം ഉണ്ടാക്കാനും ഭീതി പരത്താനുമുള്ള ശ്രമം നടത്തി. പക്ഷേ അതെല്ലാം അത് ബൂമറാങ് ചെയ്തു. അതായത് അതൊന്നും ഫലമായിട്ടില്ല. കാരണം
ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ ഇത് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഈ ഇറാൻ ഇനി എത്ര അടിച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ സംഭവിക്കത്തുള്ളൂ, ആകാശത്ത് ചില പടക്കം പൊട്ടുന്ന പോലെയുള്ളൂ എന്നുള്ള ഒരു, കാരണം അത്രമാത്രം നമ്മുടെ സുരക്ഷിതമായിട്ടുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, ഞങ്ങൾ ലൈഫ് ആസ് യൂഷ്വൽ, ലൈഫ് ബാക്ക് ടു നോർമൽ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ആ ഭീതി മാറി കിട്ടി. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഈ ഭീതിയുള്ള ആൾക്കാർ ആനയുടെ കൈ കൊണ്ട് നടക്കുന്ന പറയുന്നത്, ഇപ്പം ഇറാൻ്റെ ഈ ഇതുമൂലം നമുക്ക് സംബന്ധിച്ചെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ, ഇറാനുള്ള കെൽപ്പ് ഇത്രയേ ഉള്ളൂ, അതിനെ അടിച്ചമർത്താൻ അതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇനി ഭാവിയിൽ വീണ്ടും ഒരു പുതിയ ഈ റജീം മാറിയില്ലെങ്കിൽ, ഈ ഭരണകൂടവും അവരുടെ ഈ മൈൻഡ് സെറ്റും മാറിയില്ലെങ്കിൽ ഭാവിയിൽ ഇത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ജോബായിട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് മുളച്ചു വരികയും ഇവർക്ക് വീണ്ടും ഭീഷണിയാകും. ഒരു കാര്യം കൂടി, വിമാന സർവീസുകൾ തുടങ്ങാൻ പറ്റാതെ വരുന്നത്, അത് ഇങ്ങനെ അനിശ്ചിതമായിട്ട് റദ്ദാക്കപ്പെടുന്നത്, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട്? അത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു കൺസേൺ ആണ്. കാരണം UAE പോലുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻ്റ് ഓൺ ടൂറിസം ആൻഡ് പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം ആ സെക്ടറാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ബിസിനസ്സിനെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു സേഫ് ഹേവൻ എന്നുള്ള ഒരു ഇതോടുകൊണ്ടാണ് ഒരുപാട് വ്യക്തി ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നതും ഇവിടെ ഒരു പിന്നെ ബില്യനേഴ്സിൻ്റെ ഒരു പ്രതീക്ഷയായി മാറിക്കൊണ്ടിരുന്നതാണ്. ആ ഒരു ഇമേജിന് ഒരു മങ്ങലേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുമൂലം, ഇറാൻ്റെ അറ്റാക്ക് മൂലം. പക്ഷേ അതേസമയം തന്നെ ഒരു റീഅഷ്വറൻസ് കൊടുക്കുന്ന ഒരു കാര്യം കൂടാണ്. കാരണം എത്ര അടിച്ചാലും ഇറാൻ അതിൻ്റെ സകല ശക്തിയും സമാഹരിച്ച് അടിച്ചിട്ട് പോലും, ഇത്രമാത്രം പ്രവഹിച്ചിട്ട് പോലും UAEക്കും ഇതേപോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് ചെറിയ പോറൽ പോലും ഏൽക്കാതെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞെന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഒരു സൈഡിൽ വർദ്ധിപ്പിക്കുകയും, അതുകൊണ്ട് ഇത് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇവർ പേടിച്ചിരുന്നൊരു കാര്യം സംഭവിച്ചു. അപ്പോൾ സംഭവിച്ചതിൻ്റെ വ്യാപ്തി സ്കോപ്പ് ഇത്രയേ ഉള്ളൂ, അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ഇത് ഇൻവെസ്റ്റേഴ്സിനോട് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കും. പക്ഷേ അത് ഉടനെയല്ല, കുറച്ച് നാൾക്കകം കൊടുക്കും. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കി ഇവിടുത്തെ പ്രോസ്പെറിറ്റി വീണ്ടും ഡബിൾ മടങ്ങായിട്ട് കൂടാൻ ഉള്ള സാധ്യതയാണ് UAE സംബന്ധിച്ചോടെ എനിക്ക് പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. ശരി, ഡോക്ടർ ജി ഗോപകുമാർ. പക്ഷേ ഇപ്പോൾ റെജീം ചേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഖമേനിയുടെ അടുത്ത ആളെ മുസ്തഫ ഖമേനിയെ ഇപ്പോൾ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് നേരെയും ആക്രമണം ഏത് സമയവും ഉണ്ടാകുമല്ലോ. കാരണം ഈ ഭരണമാറ്റം ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്ക വ്യക്തമായിട്ട് പറഞ്ഞു, അടുത്ത ഖമേനിയെയും വധിക്കും, ഇനി ആര് വന്നാലും ഞങ്ങൾ അതിനെ തുടരുമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ സ്ഥിതിഗതികൾ അത്ര അനുകൂലമല്ല, രൂക്ഷമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത്. അവിടെ ഭരണമാറ്റത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. 46 വർഷമായി ഭരിക്കുന്ന ഒരു സമ്പ്രദായം, അത് അങ്ങേയറ്റം കൺസർവേറ്റീവായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അത് രൂക്ഷമായ മതാടിസ്ഥാനത്തിൽ എത്രയോ കാലമായിട്ട് അവരെ ഒരു കുടക്കീഴിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടും അവരുടെ ഭരണത്തിനെതിരായ ഒരു നടപടി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാകണമെന്നും ജനങ്ങൾ വിപ്ലവം ചെയ്യണമെന്നുള്ള മട്ടിലൊക്കെ പ്രസിഡന്റ് ട്രംപ് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഭരണമാറ്റം വരുമോ ഇല്ലയെന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇറാൻ്റെ ആഭ്യന്തര സാഹചര്യങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നാണ് കാണുന്നത്. അതനുസരിച്ചൊരു വിപ്ലവമോ ഒരു റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ചോ ആഭ്യന്തരമായി വരാത്തിടത്തോളം കാലം അവിടുത്തെ സാഹചര്യങ്ങൾ തുടരാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുള്ള ആണവായുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിച്ച് അതോടൊപ്പം അമേരിക്കയ്ക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ള പേരിൽ ഗൾഫിലെ നാവിക കേന്ദ്രങ്ങളിലും മറ്റും ആക്രമണം നടത്തുന്നു. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം തുടരുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളുടെ അഡ്വക്കസി എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടത് നയതന്ത്രമാണ്. നയതന്ത്രത്തിൽ കൂടി തന്നെ നമുക്ക് സമാധാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്ര വേഗം നെഗോഷിയേഷൻ തുടങ്ങാം. കാരണം ഇത് തെന്നിമാറി കൂടുതൽ വഷളായി അത് ഒരു ലോകയുദ്ധത്തിലേക്ക് വരാൻ സാധ്യത ഉണ്ടാക്കരുത്. അതോടൊപ്പം ലോകത്തിന് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള വിലക്കയറ്റവും ഇതിന് എണ്ണയ്ക്കുള്ള വിലക്കയറ്റവും ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഇതിങ്ങനെ നീണ്ടുപോകുന്നത് പക്ഷേ ഒരു രാജ്യവും ഇടപെടുന്നില്ല, ആർക്കും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നയതന്ത്രം വേണം, അത് ഇനിഷ്യേറ്റ് ചെയ്യണം. അത് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് മറ്റ് രാജ്യങ്ങൾ, ഫ്രാൻസ് തയ്യാറാണെന്ന് ഒരു സൂചന കണ്ടു. അപ്പോൾ യൂറോപ്പിനും വേണമെങ്കിൽ ഇടപെടാം.
ഇതിപ്പോൾ പ്രതിരോധത്തെക്കാൾ ഒരു നയതന്ത്ര ബന്ധത്തിൽ കൂടി ചൈനയ്ക്കും താല്പര്യമുണ്ടെങ്കിൽ ചൈനയും കൊണ്ടുവരാം. ഇതിനെവിടെയെങ്കിലും ഒരു അവസാനം കൊണ്ടുവരണം. കാരണം ട്രംപ് ഒരു വശത്ത് നിൽക്കുന്നത് കൊണ്ട് ആരും ഇപ്പോൾ ഇന്ത്യ ഇടപെടണമെന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കൊണ്ട് കാര്യമില്ല. കാരണം ഒരു നയതന്ത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഈ 3 രാജ്യങ്ങളോട് നയതന്ത്ര ബന്ധമുള്ളതാണ്. അമേരിക്കയിൽ നിന്ന് നമ്മുടെ പാനലിൽ ചർച്ച ചെയ്ത അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അമേരിക്കയ്ക്ക് അകത്തുള്ള സാഹചര്യം പറഞ്ഞ് മനസ്സിലായി, നമുക്കത് മനസ്സിലായി. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇസ്രയേലിനെ എന്നും സഹായിക്കാനായിട്ട് അമേരിക്ക ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്താഗതി അവിടെയുള്ള ജനങ്ങൾ, അമേരിക്കയ്ക്ക് അകത്തുള്ള ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ വിമർശനമുണ്ടാകും. ഇസ്രായേലിനോടുള്ള സിമ്പതി ജനങ്ങൾക്കിടയിലുള്ളത് നമുക്കറിയാം. പക്ഷേ എത്ര കാലം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഇങ്ങനെ പ്രോപ്പപ്പ് ചെയ്ത് സഹായിച്ച് എന്ന് നിലനിൽക്കാൻ കഴിയും? അപ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തുന്ന യുദ്ധമായിട്ട് ഇത് മാറുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിനെതിരെ വികാരമുണ്ടാകും. പക്ഷേ ഇത് അനന്തമായിട്ട് യുദ്ധം തുടരുക എന്ന് പറഞ്ഞാലും അതിനൊരു അവസാനമില്ല. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, 2 മാസത്തിനപ്പുറം പോവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അനുവാദം വേണമെന്ന് പറഞ്ഞു. എനിക്കത് സത്യത്തിൽ ഭരണഘടനാ നിയോഗമാണോ നിബന്ധനയാണോ എന്നുള്ളതെന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. കാരണം അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ എത്ര കാലം യുദ്ധം തുടർന്നു? 20 കൊല്ലം. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ അമേരിക്ക വിയറ്റ്നാമിൽ നീണ്ടകാലമുണ്ടായിരുന്നു, ഇറാഖിലുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിന് ലോകത്തെവിടെയും പട്ടാളത്തെ അയക്കുന്നതിന് അമേരിക്കയിലെ കോൺഗ്രസ് എതിരല്ല. പക്ഷേ അത് ചെല്ലുമ്പോഴുണ്ടാകുന്ന യുദ്ധ സാഹചര്യം പിന്നീട് കൈവിട്ടു പോകുന്ന സമയത്ത് കോൺഗ്രസ് അമേരിക്കയുടെ പാർലമെൻറ്റ് നിസ്സഹായം നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. കോൺഗ്രസ് ഒരു ശക്തമായി അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ സെനറ്റിനോ കോൺഗ്രസിനോ കഴിയുമോ എന്നുള്ളതും കാണേണ്ടതാണ്. വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് ട്രംപിനെ പോലൊരു വ്യക്തിത്വം അവിടെ നിൽക്കുമ്പോൾ യുദ്ധം പെട്ടെന്ന് അവസാനിക്കില്ല. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിനൊരു ഭീതി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്ത്യയുടെയും ഒരു അവസ്ഥ. കാരണം ഇടപെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇങ്ങനെ ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ, ഇടപെടണം എന്ന്. കാരണം ഇങ്ങനെയൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഈ യുദ്ധം എത്തി നിൽക്കുന്നത്. അല്ല, അങ്ങനെ ഇവർ പറയുന്ന ആവശ്യപ്പെടുന്നവർക്ക് കടന്നു വരാൻ കാര്യം അവർക്ക് ഒന്നിനോട് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ. അവർക്ക് ഒരു അതേപോലെ തന്നെ ഇവർ കടന്ന് പറയുന്ന മാതിരി ഒരു ലോക സമൂഹത്തിനോടൊന്നും നമ്മുടെ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിന് അപ്പൊ അങ്ങനെ കയറി ഇതേപോലെയുള്ള ഒരു ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റിൽ കയറി ഇടപെടാൻ കഴിയില്ല. അൺടിൽ ആൻഡ് അൺലെസ് അത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, രാജ്യത്തിന്റെ ഭീഷണി, രാജ്യത്തിന്റെ പൗരന്മാരുടെ സുരക്ഷ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരവസ്ഥ വരുന്നില്ലെങ്കിൽ ആ വരുന്നത് വരെ സർക്കാരിന്, ഇന്ത്യ ഗവൺമെന്റിന് അതിൻ്റെ അകത്ത് ഇടപെടാൻ കഴിയില്ല. അങ്ങനെ ആ രീതിയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ സുരക്ഷ ഒരു ഘടകമാണ്. പ്രവാസി ഇപ്പം പ്രധാനമായിട്ട് എവിടെയാണ് 1 കോടിയോളം വരുന്ന GCC രാജ്യങ്ങളിലെ പ്രവാസികൾ. അവരുടെ ജീവനും ജീവിതവും പ്രശ്നമാണ്. ഇതുകൊണ്ടിപ്പം പ്രശ്നമാവുന്ന ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ, വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് ഇടപെടേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റും പറയുന്നുണ്ട്, അതായത് അവരുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല. പിന്നെ ഇനിയും വരുമ്പം യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ വന്നേക്കാവുന്ന ബിസിനസ്, തൊഴിൽ നഷ്ടങ്ങൾ, അത് അതാത് ആ സിറ്റുവേഷൻ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ ഗവൺമെന്റ്, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് ഇതിൻ്റെ അകത്ത് മറ്റൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഗൗരവമായിട്ട് തന്നെ ഇതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ സർക്കാരിന് അങ്ങനെ ഇടപെടാൻ കഴിയില്ല. അവരുടെ പാടായി എന്ന് തന്നെ വിചാരിക്കാനേ പറ്റുള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ പൗരന്മാരുടെ സേഫ്റ്റി, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ. അപ്പം ഇത് പെട്രോളിയം വില, ക്രൂഡിന്റെ വില കൂടുന്നു, അത് നമ്മളെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ 2 മാസത്തേക്കുള്ള ക്രൂഡ് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ഇനി ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും, നടപടികൾ എടുക്കേണ്ടി വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ 50-60% ഹോർമുസ് വഴിയാണ് വരുന്നത്. അവിടെ പ്രൊഡക്ഷൻ കുറയുന്നു. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കുറയുമ്പോൾ വില കൂടും. അപ്പോൾ നമ്മൾ വേറെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഈ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. ഈ ഗൾഫിലെ ബിസിനസ് അല്ലെങ്കിൽ ഈ ക്രൂഡിന്റെ കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ആ രാജ്യങ്ങളെ തന്നെയാണ്. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇനി ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്നുള്ള സിറ്റുവേഷൻ വരുമോ
അത് അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ യുദ്ധം കുറച്ചുകൂടെ നീണ്ടുപോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം അൾട്ടിമേറ്റ്ലി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷേ, അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകാതെ ഈ യുദ്ധം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു റെജീം ചേഞ്ച് അവിടെ വന്നാൽ അത് അൾട്ടിമേറ്റ്ലി നമുക്ക് നല്ലത് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം ഇദ്ദേഹം എവിടെ ഇരിക്കുന്നു, UAE പോലെ, ഒമാൻ പോലെ, സൗദി അറേബ്യ പോലെ, ഖത്തർ പോലെ അങ്ങനെ ഒരു രാജ്യമായി ഇറാനും മാറിയാൽ ആർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ്? ഇന്ത്യയും ഇന്ത്യക്കാരും തന്നെയാണ്. കാര്യം ഇത്രയും ഈ GCC രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാൽ ഉള്ളതിനെക്കാട്ടിൽ വലിയ പൊട്ടൻഷ്യലും സൈസും എല്ലാം ഈ ഇറാനുണ്ട്. അപ്പൊ അത് നമുക്ക് കൂടി പ്രയോജനമുള്ള കാര്യമാണത്. നമ്മള് ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഒന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല അത്. പക്ഷേ ഈ ഇറാനും ഇതേപോലെ തന്നെ സമാധാനപൂർണമായിട്ട് മലയാളികൾക്കും നമ്മുടെ രാജ്യക്കാർക്കും ഇഷ്ടം പോലെ പോയി സ്വന്തം നാട് പോലെ പോകാനും വരാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരിടമായി ഇറാനും മാറണം എന്ന് തന്നെ ആവണം സർക്കാരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഗവൺമെന്റിന് അത് തുറന്നു പറയാൻ പറ്റൂല. പക്ഷെ ഞാനതിന്റെ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അത് വളരെ നമ്മുടെ ടോട്ടൽ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് വളരെ വലുതായിരിക്കും. ഒന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് തീർന്നു. അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഭീഷണിയായി നിന്നിരുന്നത് ഇറാന്റെ ഭരണകൂടമാണ്. അതും കൂടി ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം നമ്മളൊന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കും. യുദ്ധഭീതികളും ഭീകരപ്രവർത്തനങ്ങളും ഈ രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങളും ഒന്നുമില്ലാത്ത ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വപ്ന സമാനമായ അവസ്ഥയാണ്. അതിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണിത് നമുക്കടുത്ത ഇനിയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കേണ്ടി വരും. അങ്ങനെ അതിലേക്ക് തന്നെയാണ്. അതിന് ഇനി ഒരൊറ്റ കാര്യം മതി, ഈ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഉണ്ടായാൽ മാത്രം മതി. ആ റെജീം ചേഞ്ച് ഇറാനിൽ ഉണ്ടായാൽ അതായിരിക്കും സംഭവിക്കുക. ശരി, ശ്രീ സഞ്ജിമോഹൻ ആന്റണി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അദ്ദേഹത്തിന്റെ കമന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇറാനിൽ ഇപ്പോൾ പുതിയ ഭരണാധികാരി, പുതിയ പരമോന്നത നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. ഐ വുഡ് ലൈക്ക് ടു റീഅഫേം അവർ അൺവേവറിംഗ് സപ്പോർട്ട് ഫോർ ടെഹ്റാൻ ആൻഡ് സോളിഡാരിറ്റി വിത്ത് അവർ ഇറാനിയൻ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കോപ്പ് കൂട്ടുന്നത് തീർച്ചയായിട്ടും ഓൾ ഔട്ട് അറ്റാക്കിൻ്റെ രൂപത്തിലേക്കായിരിക്കുമല്ലോ. എപ്പോൾ നേരത്തെ ഖമനേയിക്ക് നേരെ ഉണ്ടായ ആ ആക്രമണം, അതിൻ്റെ അതേ പാത പിന്തുടർന്നുള്ള അടുത്ത ഘട്ട ആക്രമണം ഏത് സമയവും പ്രതീക്ഷിക്കാമല്ലോ ഇപ്പോൾ. മഞ്ജുഷ്, റഷ്യക്ക് ഈ ഒരു പ്രതികരണം അല്ലാണ്ട് അവർക്ക് വേറെ എന്തൊരു ഓപ്ഷൻ ഇല്ല. കാരണം റഷ്യയും ഇറാനും സിറിയയും ഒക്കെ ഒരു പരിധി വരെ ഒരു ക്ലോസ് ബഡീസ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് റഷ്യയെങ്കിലും അവരെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അംഗീകരിക്കുന്നത് എന്ന് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത് അതിനകത്ത്. ഏതായാലും ഈ ഒരു ഖമനേയിയുടെ സണ്ണിനെ മെസ്താബിനെ തെരഞ്ഞെടുത്തത് വഴി ഈ പ്രശ്നത്തിലേക്കൊരു പരിഹാരമല്ല വരുന്നത്, ഒരു സങ്കീർണമാവുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പോസിബിലിറ്റിയെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യുദ്ധം തുടങ്ങി മൂന്നാമത്തെ ദിവസം തന്നെ നിരാകരിച്ചിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അംഗീകരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത്, അതോട് കൂടെ ഒരു കാര്യം കൂടെ അദ്ദേഹം ആഡ് ചെയ്തായിരുന്നു, ഏതെങ്കിലും ലീഡർ ഇനി വന്നാലും അത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ അപ്രൂവൽ ഇല്ലാതെ വരുവാണെങ്കിൽ അത് ഒരു നോഗോ ആണ് എന്നുള്ള രീതിയിലും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അതിനെ ഇന്റേണലിനും എക്സ്റ്റേണലിലേക്ക് പല ക്രിറ്റിസിസം ഉണ്ടായാൽ പോലും അദ്ദേഹം അത് വകവെക്കാതെ തന്നെ അങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിന് മുമ്പേ പറഞ്ഞു പോണെങ്കിൽ തന്നെ എൻഡ് ഓഫ് ദ ടണൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പുതിയ ടണൽ ഇവിടുന്ന് തുടങ്ങുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിറ്റുവേഷൻസ് സഹപാലിസ്റ്റ് പറഞ്ഞു പോണെങ്കിൽ അവിടെ ജീവഹാനി വരുന്നില്ല, എന്നാൽ ജീവിത ഭാരം കൂടുകയാണ്. അത് അവിടെയും US-ലും ഇന്ത്യയിലും ലോകമാകമാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുമാത്രം ഇത് പ്രൊലോങ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതനുസരിച്ച് ആ ഭാരത്തിന്റെ വെയിറ്റിന്റെ വെറോസിറ്റിയിൽ വ്യത്യാസം വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇപ്പം ഈ ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നെന്ന് എനിക്ക് തോന്നുന്നത്, അവരും പറയുന്നത് ദിസ് ഈസ് നോട്ട് എ ടൈം ഫോർ എനി നെഗോഷിയേഷൻ എന്നുള്ള രീതിയിലാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷനും അതാണ് പറയുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു മിലിറ്ററി സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഓവറോൾ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ
കംപ്ലീറ്റ് ഡെസിമേറ്റ് ചെയ്തിട്ട് റെജിമിനെ ഡെസിമിനേറ്റ് ചെയ്ത് ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററി അസറ്റ്സ് ഡെസിമേറ്റ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ വീക്ക് ആക്കിക്കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് വീക്ക് ആയിരിക്കുന്ന ഒരു മൊമെന്റിലോ ഇനി അടുത്ത നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധം ഉള്ളൂ എന്നുള്ളൊരു സ്ട്രാറ്റജിയിലേക്കാണ് പോകുന്നത്. ഒബിയസ്ലി അങ്ങനെ ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് ട്രംപ് എടുക്കുമ്പോൾ ഇറാന് അതിനോട് അംഗീകരിക്കുക, അല്ലാതെ അവരും കൗണ്ടറായിട്ട് അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും ഇല്ലേലും ഞങ്ങളും ഇല്ല, ചർച്ചയ്ക്കൊന്നും ഇല്ല, ഞങ്ങളും തിരിച്ചടിക്കുകയാണ്, ഞങ്ങൾക്ക് ഭയങ്കര അസറ്റ് ഉണ്ട് അല്ലെ മിലിറ്ററി കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഉണ്ടേലും ഇല്ലേലും അറ്റ്ലീസ്റ്റ് പറയുകയെങ്കിലും ചെയ്യുക, അല്ലാണ്ട് വേറെ നിവൃത്തി അവർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗൾഫ് കൺട്രീസിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശ്ലാഘിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടും അവര് വളരെ ഡീസന്റ് ആയിട്ട് അല്ലെ വളരെ മച്ചുവേർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു സൈഡിൽ നമ്മൾ വിചാരിക്കണം മതം എന്ന് പറയുന്നത് നല്ലതാണ് ഒരു സൈഡിൽ, അതേസമയം മതം എന്ന് പറയുന്നത് തീവ്രമായാൽ അത് വിഷവുമാണ്, റൈറ്റ്? അപ്പം ഹിസ്റ്റോറിക്കലി സുന്നി ഷിയ ഒരു ഫൈറ്റ് ഉണ്ട് മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തന്നെ. അപ്പൊ അതിനകത്ത് ഒരു റീസണും എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ ബഹ്റൈൻ ഇറാന് ഷിയ ഫോക്കസ് ആണെങ്കിൽ സൗദി സുന്നി ഫോക്കസ് ആണ്. അപ്പം അങ്ങനെ ആ അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്റ്റും ഇതിന് എരുതിയിൽ എണ്ണ പോലെ വരും എന്നുള്ള രീതിയിൽ വരുമായിരുന്നു. എന്നാൽ ഏതായാലും മറ്റ് അയൽ രാജ്യങ്ങൾ ഇറാനോടുള്ള അയൽ രാജ്യങ്ങൾ പ്രൊവോക്കേഷൻ എന്തുമാത്രം ഉണ്ടായാലും അവര് വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അതോടൊപ്പം മിഡിൽ ഈസ്റ്റിന്റെ കയറി സഹവാനിസ്റ്റ് പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇത് ഒരു ഷോർട്ട് ടൈമിൽ ഒരു വലിയൊരു റിസ്ക് അല്ലെങ്കിൽ വലിയൊരു ചിന്ത വരുത്തിയാൽ പോലും ഇൻവെസ്റ്റ്മെന്റും റിയൽ എസ്റ്റേറ്റിലും സേഫ്റ്റിയുടെ കാര്യത്തിലും ഇൻ ദ ലോങ് റണ്ണിൽ ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് റീഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും മാക്സിമം ഉണ്ടായിട്ടും ഇത്രയല്ലേ വന്നു എന്നുള്ള കാര്യത്തിൽ. കാരണം 100 മിസൈൽ വരുമ്പം അതിൽ 1-2 ഇതിന്റെ ഡെബ്രി മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ താഴേക്ക് വരുന്നത്. അതുകൊണ്ടുള്ള നാശങ്ങൾ വരുന്നുള്ളൂ. എന്നാൽ 10-20 വന്ന് കെട്ടിടങ്ങളോ എയർപോർട്ടോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാശങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ആശ്വാസജനകമാണ് എന്നുകൂടെ എനിക്ക് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഞ്ജുഷ്. ശരി, ഐസക് ജോൺ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ UAE തുടർച്ചയായിട്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി വരികയാണോ? ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ വീടിനടുത്തൊരു എക്സ്പ്ലോഷൻ, അത് ഒരു മിസൈൽ ഇതിനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഫോണിലൊരു മെസ്സേജ് വരും, പുറത്തിറങ്ങരുത്, ജനലിൻ്റെ അടുത്ത് ഇരിക്കരുത് എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് അത് ആ പ്രശ്നം അവർ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരും, ഞാൻ വി ആർ ഫ്രീ എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ പൊതുജനങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് UAE ഭരണാധികാരികൾ. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ജനജീവിതം വളരെ സാധാരണഗതിയിലാണ്, വളരെ സേഫായിട്ടും സെക്യൂറായിട്ടും ഒക്കെ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ മഞ്ജുഷ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ പാനലിസ്റ്റ് പറഞ്ഞ 1-2 കാര്യങ്ങളിൽ അവർ ചോദിച്ച ചില കാര്യങ്ങളിലേക്ക് ഞാൻ അനുഭവിക്കുകയാണ്, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അത് ഒരു പാനലിയും ചോദിച്ചു US-ന്റെ പിന്നെ ഇങ്ങനെ എന്താണ് ഈ 6 അദ്ദേഹം പറഞ്ഞ പോലെ 2 മാസത്തേക്കേ ഉള്ളൂ കോൺഗ്രഷണൽ അപ്രൂവൽ ഇല്ലാതെ പിന്നെ പ്രസിഡന്റിന് സ്പെഷ്യൽ വാർ പവർ ആക്ട് എന്ന് പറഞ്ഞ 1973 ആക്ട് പ്രകാരമാണ് ഇതിപ്പം ട്രംപ് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കയറി അടിക്കും. പക്ഷെ വാറൊന്നും ഡിക്ലെയർ ചെയ്യാൻ ഒക്കത്തില്ല. വാറൊന്നും ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിൻ്റെ അപ്രൂവൽ വേണം. ഇപ്പോൾ വാറെന്ന് ഇപ്പോൾ ചോദിച്ചാൽ US പ്രസിഡന്റ് ചോദിക്കുക, ആർ യു ഇൻ വാർ വിത്ത് ഇറാൻ, ഹാവ് യു ഡിക്ലെയർഡ് എ വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, വി ഹാവ് ഡിക്ലെയർഡ് എ വാർ. വാർ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. ഇനി ഈ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 ദിവസം കൂടെ കൊടുക്കും ട്രൂപ്സിനെ വിഡ്രോ ചെയ്യാൻ. ഇല്ലെങ്കിൽ, അത് പറ്റിയില്ലെങ്കിൽ ആര് ചോദിച്ച് ഇത്ര വർഷം നീണ്ടു, അങ്ങനെ ഉണ്ടെങ്കിലാണ് കോൺഗ്രസിൻ്റെ അപ്രൂവൽ വേണ്ടി വരും. 2 മാസം കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ, കോൺഗ്രസ് സമ്മതിക്കുകയാണെങ്കിൽ യുദ്ധം എത്ര വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും എല്ലാം ചെയ്ത പോലെ അവർക്ക് ചെയ്യാൻ നോക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറഞ്ഞ പോലെ പുള്ളി ചോദിച്ചു, ഇന്ത്യക്ക് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് ഇടപെടേണ്ട കാര്യം എന്ന്, ഇന്ത്യക്ക് വേറെ കാര്യമൊന്നും ഇടപെടാനൊക്കത്തില്ല. ഇന്ത്യക്ക് ഒരു മീഡിയേറ്റർ എന്നുള്ള റോഡിൽ അതിന് ലോകത്ത് ആർക്കും പറ്റും. അതാണ് ഇന്ത്യക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. അതായത് ഇന്ത്യ ഇവിടെ കയറി ബർത്ത്ഡാൻ വെടിയെന്ന് പറയുകയോ അല്ലെങ്കിൽ ഞങ്ങളല്ലെങ്കിൽ ഇങ്ങനെ ഇടപെടുമെന്നുമല്ല പറഞ്ഞത്. ഇന്ത്യക്ക് വേണമെങ്കിൽ എല്ലാ പാർട്ടികളുമായിട്ടും, കാരണം ഇസ്രായേലുമായിട്ടും US-ഉമായിട്ടും ഇറാനുമായിട്ടും ഗൾഫ് രാജ്യങ്ങളുമായിട്ടും എല്ലാം നല്ല ഡിപ്ലോമാറ്റിക് ബന്ധമുള്ള ആൾക്കാരാണ്. നല്ല റാപ്പോ അവിടുത്തെ ലീഡർഷിപ്പുമായിട്ട് പേഴ്സണൽ റാപ്പോ പോലും ഉണ്ടായിരിക്കുന്ന ഇന്ത്യക്ക് വേണമെങ്കിൽ നല്ലൊരു പൊസിഷൻ നിൽക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇടപെടാൻ നോക്കും. അതാണ് എനിക്ക് പറയാനുള്ള ആ കാര്യത്തിൽ കേട്ടോ. അല്ലാതെ ഇന്ത്യക്ക് എന്തിന് ഇടപെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകളെ എല്ലാ രാജ്യങ്ങൾക്കും പോലെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ ഹനിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ ഇടപെടേണ്ടത്, എന്തെങ്കിലും ചെയ്യാൻ നോക്കുമെങ്കിൽ. പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ, ഇത് ഈ എൻഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭരണകൂട മാറ്റം, അതിനുവേണ്ടി അതിൽ കുറഞ്ഞ ഒന്നും
ട്രംപും ഇസ്രായേലും ചുരുക്കി പറഞ്ഞ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ ഗൾഫിലെ ഒരു രാജ്യങ്ങളും ഉള്ളിൽ ആഗ്രഹിക്കുന്നതാണ്. അത് സമൂലമായ മാറ്റം അവിടെ വരണം. മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ റീജിയൻ്റെ സുസ്ഥിരതയ്ക്കും ഇതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉണ്ടാകത്തുള്ളൂ. ഒരു കാലത്ത് പാരീസിനേക്കാളും ഗംഭീരമായിരുന്നു, പ്രോസ്പെറിറ്റിയുള്ള ഒരു രാജ്യമായിരുന്നു ടെഹ്റാൻ. ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള സിറ്റിയായിരുന്നു. എന്ന് ആ ഷായുടെ ഭരണത്തിന് ശേഷം ഇദ്ദേഹം അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. 2080 ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കി. US ഹോസ്റ്റേജ്, അതായത് US എംബസിയിൽ ഹോസ്റ്റേജ് ക്രൈസിസ് ഉണ്ടാക്കി. അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ അന്ന് മുതലേ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഓരോ നിമിഷങ്ങളിലും അവർ പിന്നെ 8 വർഷം നീണ്ട ഇറാഖുമായിട്ടുള്ള യുദ്ധം, ഇവിടെ ഇറാഖുമായിട്ടുള്ള ഇതിനെ ഡയറക്റ്റായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്തില്ലെങ്കിലും അന്ന് ഇവിടെ യാതൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഇറാഖ് കുവൈറ്റ് ഇൻവേഷന്, പിന്നീടുള്ള ഓരോ പ്രശ്നങ്ങളും ഇതിൻ്റെ എല്ലാ പലരും എൻ്റെ ചോദിച്ചു എന്തിനാണ് എല്ലാവരും കൂടി ഇറാനെ ചുറ്റി വളഞ്ഞ് അടിക്കുന്നത്. ഇറാനെ ചുറ്റി വളഞ്ഞ് അടിക്കുന്നത് ഇറാൻ ഇപ്പം നോർത്ത് കൊറിയ അവിടെയുണ്ട്, ന്യൂക്ലിയർ വെപ്പണും ഒക്കെ ഉണ്ട്. അവിടെ അവരെ ആരെയും കയറി അറ്റാക്ക് ചെയ്യുന്നില്ല. ഇറാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇറാന് ഇതേപോലെയുള്ള ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല രാജ്യങ്ങളിലും അവരുടെയൊക്കെ സെക്യൂരിറ്റിക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഉള്ള പ്രോക്സി വാറുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തീസിനെയും ഹെസ്ബുള്ളയെയും ഹമാസിനെയും. അങ്ങനെ എവിടെയൊക്കെ അസ്ഥിരത ഉണ്ടാക്കോ, എവിടെയൊക്കെ വേറെ സുരക്ഷയ്ക്ക്, ഞാൻ ടെററിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഭീകരത സത്യത്തിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ ഇറാൻ്റെ തന്നെ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് അവിടെ ചെയ്തല്ലോ. കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ 35,000-ഓളം ആൾക്കാരെ അവിടെ വരുത്തി, അവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരെ. ആ രീതിയിൽ അടുത്തത് ആരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അത് അവരുടെ ഇന്റേണൽ പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷേ ഇതല്ല, ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും ഇവരത് കയറ്റുമതി ചെയ്യുകയാണ്. ഇതേപോലുള്ള അവരുടെ തീവ്രവാദത്വവും അവരുടെ ടെററിസവും. അപ്പോൾ അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇസ്രായേൽ മാത്രമല്ല, ഇവിടെയും അതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സുരക്ഷാ കവചം അത്ര ഗംഭീരമായുണ്ട്. ഇവിടെ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടികൂടും. സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, പല ആൾക്കാരെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ യമനിൽ അതാ സംഭവിക്കുന്നത്. സൗദി അറേബ്യയായിട്ടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ലെബനോനിൽ അതാ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ഗസായിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലായിടത്തും അത് ഈ റീജിയൻ മൊത്തം ഒരു അസ്ഥിരതയുടെയും അശാന്തിയുടെയും രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രധാന കാരണഭൂതൻ ഇവരാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ബാക്കിയുള്ള അവരുടെ ഇന്റേണൽ കാര്യത്തിൽ ഇടപെടുകയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പഠനകൂടെ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിന്റെ സമാധാനത്തിനും നിത്യമായ സമാധാനത്തിന് അത് എന്നൊരു ഭീഷണിയായിരിക്കും. ശരി ഡോക്ടർ ജി ഗോപകുമാർ, പക്ഷേ ഇപ്പോൾ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യത എന്തായാലും താങ്കൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ അല്ലേ? കുർദുകളെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്തേക്കാം എന്നൊക്കെയുണ്ട്. പക്ഷേ അത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാവുമല്ലോ. പിന്നെ ഈ റെജീം ചേഞ്ച്, അതും സമീപ ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല. അതെ, 2 കാര്യങ്ങളും പ്രസക്തമാണ്. കരയുദ്ധത്തിന് സാധ്യത തീരെ കുറവാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. കരയുദ്ധത്തിൽ ഇത്രയും വലിയൊരു രാജ്യമാണ്. അതുമാത്രമല്ല, അവിടുത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ ഇവിടെ ചർച്ചയിൽ വന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് അമേരിക്കൻ പട്ടാളം വന്നു കഴിഞ്ഞാൽ വളയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപക്ഷെ അമേരിക്കയുടെയൊക്കെ ഗൺ പൗഡർ ശക്തി കൊണ്ട് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാകും. കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് അമേരിക്കയ്ക്ക് അകത്ത് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് കരയുദ്ധത്തിന് ഉള്ള സാധ്യത ഇമ്മീഡിയറ്റായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ ഇറാനിലെ മൗലികവാദികൾ ആഗ്രഹിക്കുന്നതും ഒരു കരയുദ്ധമായിരിക്കും. അതിനുള്ള സാധ്യത ഉടനെ കാണുന്നില്ല. അപ്പോൾ ഈ റോക്കറ്റും ഇങ്ങനെയുള്ള അറ്റാക്കും മുകളിൽ നിന്നുള്ള അറ്റാക്ക് അല്ലാതെ ബാക്കി ഒരു കൺവെൻഷണൽ വാറിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. വാറെന്ന് പറഞ്ഞാൽ കരയുദ്ധത്തെ തന്നെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഭരണമാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. നമ്മളെല്ലാം ഇപ്പോൾ ഖമേനി പോയപ്പോൾ തന്നെ നമ്മൾ കമൻ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പെട്ടെന്ന് എടുത്തുചാടിയ അഭിപ്രായം പറയേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഭരണമാറ്റം ആ രാജ്യത്തിന് അകത്തുള്ള സാഹചര്യങ്ങളെയും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 46 കൊല്ലമായി നടത്തുന്ന ഒരു ഭരണം അത് വളരെ വലതുപക്ഷ സ്വഭാവത്തിലുള്ളത്, അത് രൂക്ഷമായി പ്രവർത്തിക്കുന്ന ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അകത്തുള്ള പ്രതിപക്ഷത്തിനെ നിശബ്ദമാക്കുന്ന രീതിയിൽ, അവിടെ പ്രതിപക്ഷമേ ഇല്ല എന്ന് പറയാം. എതിരാളികളെല്ലാം തന്നെ വെടിവെച്ച് കൊന്ന് 25,000 പേരിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ശക്തമായൊരു പ്രതിപക്ഷമില്ല. അതിൻ്റെ ഒരു ലീഡർഷിപ്പും അവിടെ കാണാനില്ല. അമേരിക്കയ്ക്കകത്ത് നിൽക്കുന്ന ഷായുടെ അടുത്ത അവകാശികളുണ്ടെങ്കിലും ഇറാനകത്ത് എത്രത്തോളം പ്രതിപക്ഷമുണ്ടെന്നുള്ളത് സംശയമാണ്. ഒരു ഇമ്മീഡിയറ്റായിട്ടൊരു ഭരണമാറ്റം ഞാൻ കാണുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. കിട്ടുന്ന റിപ്പോർട്ടനുസരിച്ച് അവർ വളരെ ടൈറ്റാണ്. കാരണം എക്കോണമി വളരെയധികം ദുർബലപ്പെട്ടു, അകത്തുള്ള ജീവിതം വളരെ ദുസ്സഹമാണ്. ഇതൊക്കെ ആണെങ്കിലും
ഭരണമാറ്റം വരുന്ന രീതിയിലുള്ളൊരു പ്രകോപനമായ ഒരു ജനമുന്നേറ്റത്തെ കാണാൻ ഇതുവരെ കഴിഞ്ഞില്ല. അതിനുള്ള പ്രവണതകളൊന്നും കണ്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം വരുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതാണ്, യുദ്ധം നീണ്ടുപോയാൽ എന്താകും. എനിക്ക് കൂടുതൽ ഒരു വാക്കുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഇടപെടണം എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് വളരെ ശക്തിയില്ലാതിരുന്ന കാലത്ത് പോലും മൂന്നാം ലോക രാജ്യത്തിൻ്റെ നേതൃത്വം സ്വയം അവകാശപ്പെട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് നമ്മൾ ഇടപെട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളാരും വകവച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി അതല്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു മാന്യമായൊരു സ്ഥാനമുണ്ട്. ഒരു മിഡിൽ പവറാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. മറ്റ് പലതരത്തിലും ലോകത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള വിശ്വാസം കൂടിയ സാഹചര്യത്തിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഫ്രാൻസ് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും സഹായിക്കാൻ പറ്റും. അങ്ങനെ സമാധാനപരമായ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ജയശങ്കറിനെ പോലെയുള്ള ഡിപ്ലോമാറ്റിനെ അതിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും കഴിയും. അങ്ങനെ ചെയ്താൽ രാജ്യത്തിനകത്തുള്ള ജനങ്ങൾക്കും ആശ്വാസമാകും, ലോകത്തും സമാധാനത്തിനൊരു വഴിയുണ്ടാകും. ആരെങ്കിലും ഇടപെട്ടേ പറ്റൂ. ഇടപെടാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്ന കേന്ദ്ര ഉറപ്പിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടെന്ന് 44% പ്രേക്ഷകർ, വിശ്വാസമില്ലെന്ന് 54%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.